അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം ഖളായിപ്പോയാൽ അതിനെ വീണ്ടും ഖളാ വീട്ടേണ്ടതുണ്ടോ എന്നാണ് സഹോദരൻ ചോദിക്കുന്നത്. ഒരു സുഹൃത്ത് അസ്ർ നമസ്കാരത്തിന് ശേഷം 4 റക്അത്ത് ഖളാ വീട്ടുന്ന കണ്ടു. അങ്ങനെ പാടുണ്ടോ, അങ്ങനെയുണ്ടോ എന്നാണ് സഹോദരൻ്റെ ചോദ്യം. ഇവിടെ നാം സൂക്ഷ്മത പാലിക്കേണ്ടതും നിർബന്ധം പുലർത്തേണ്ടതും നമസ്കാരം കൃത്യമായിട്ട് അതിൻ്റെ സമയത്ത് നമസ്കരിക്കണം എന്ന കാര്യത്തിലാണ്. അള്ളാഹു ഖുർആനിൽ തീർത്ത് പറഞ്ഞതാണ്, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർണയിക്കപ്പെട്ട ടൈമിൽ നമസ്കരിക്കാൻ വജൂബാക്കിയതാണ് മുഅ്മിനീങ്ങൾക്ക്. അതേ സമയത്ത് തന്നെ നമസ്കരിക്കേണ്ടതാണ്. ഇസ്ലാം ഒഴിവ് കിഴിവ് നൽകിയിട്ടുള്ളവർക്ക് മാത്രമല്ലാതെ നമസ്കാരത്തെ അതിൻ്റെ സമയത്തിൽ നിന്നിട്ട് ബന്ധിപ്പിക്കാൻ പാടുള്ളതല്ല. ഒരാൾ ഉറങ്ങിപ്പോയാൽ വിളിക്കാനുള്ള മാധ്യമങ്ങളൊക്കെ വെച്ചിട്ട് ആരും ഉണർത്തിയില്ല, ഉണരാൻ സാധിച്ചില്ല, അങ്ങനെ ഉറങ്ങിപ്പോയാൽ എപ്പോൾ ഉണരുന്നു അപ്പോൾ നമസ്കരിക്കണം. അതുപോലെ തന്നെ ഒരാൾ മറന്നുപോയാൽ എപ്പോൾ ഓർമ്മ വരുന്നു അപ്പോൾ നമസ്കരിക്കണം. ഇതാണ് ഒഴിവ് കിഴിവ് ഇസ്ലാമിൽ പറഞ്ഞത്. ഉദ്ർ ഉള്ളവർ ഇവരാണ്. അതുപോലെ നോമ്പിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ യാത്രയിലോ അല്ലെങ്കിൽ രോഗിയോ ആണെങ്കിൽ വേറെ മാസത്തിൽ അത് നോക്കിയാൽ മതി എന്നാണല്ലോ. എന്നതുപോലെ നമസ്കാരത്തിൻ്റെ സ്ഥിതി അങ്ങനെയാണ്. ഈ രൂപത്തിലുള്ളതായ ഒഴിവാക്കലാണ് ഒരാൾക്ക് സംഭവിച്ചതെങ്കിൽ അയാൾ ആ നമസ്കാരത്തിൻ്റെ ഖളാ വീട്ടണം. എന്നല്ലാതെ സമയം വന്നു, നിസ്കാരത്തിൻ്റെ ടൈം വന്നു, അവൻ കരുതി കൂട്ടിയിട്ട് നമസ്കാരത്തെ ഉപേക്ഷിച്ചു, അങ്ങനെയുള്ളതായ നമസ്കാരത്തിന് പിന്നെ ഖളാ വീട്ടലില്ല. കാരണം ഇസ്ലാമിൽ അങ്ങനെയുള്ളൊരു വിധി തന്നെ ഇല്ല. കരുതി കൂട്ടിയിട്ട് ഒരാൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിനെ ഖളാ വീട്ടൽ. അങ്ങനെയുള്ളവർ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഇസ്ലാമിലേക്ക് മടങ്ങി എന്നിട്ട് നമസ്കരിക്കാൻ ആരംഭിക്കുക. പിന്നെ സുന്നത്ത് വർദ്ധിപ്പിക്കുക. ഖളാ വീട്ടലല്ല, സുന്നത്ത് വർദ്ധിപ്പിക്കുക. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആർക്കെങ്കിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമസ്കാരം ഖളായി പോയിട്ടുണ്ടെങ്കിൽ, അത് കരുതി കൂട്ടിയിട്ടാണ് ഖളാ ആക്കിയതാണെങ്കിൽ അദ്ദേഹം തൗബ ചെയ്യലും പശ്ചാത്തപിക്കലും ഇസ്തിഗ്ഫാർ ചെയ്യലും അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കലുമാണ് വേണ്ടത്. അതിനെ ഖളാ വീട്ടലില്ല. ഖളാ വീട്ടേണ്ടത് ഞാൻ പറഞ്ഞ ആ 2 രൂപത്തിൽ മാത്രമാണ്. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.